കേരള കർണാടക ബോർഡറിൽ മലയാളി ആയിട്ട് തോന്നിക്കാത്ത കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവുമായിരിക്കാം. നല്ലൊരു അധികം പച്ചപ്പൊന്നുമില്ല. പിന്നെ 10-40 കാളവണ്ടികൾ, അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, ട്യൂബ് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അതിങ്ങനെ ജാഥ പോലെയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ആ പാട്ട് തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം പ്രത്യേകം പറഞ്ഞ് എനിക്ക് വേണ്ട താളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാളവണ്ടിയുടെയും പുറകിലായിട്ട് ഒരു ബ്രേക്ക് ഉണ്ട്. ആ ബ്രേക്ക് വെറുതെ സ്റ്റാഗ്നൻ്റ് അല്ല, അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കും, ജം 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 എന്നുള്ളൊരു താളത്തിൽ ആടിക്കൊണ്ടിരിക്കും. അത് പറഞ്ഞില്ല, പെട്ടെന്നൊരു താളം വന്നു, ഓഹോ 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 ഓഹോ. ശ്രീകുട്ടൻ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ രണ്ടും കൂടി പാടിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് ഇങ്ങനെ കണ്ണടച്ചപ്പോഴത്തേക്കും 1.5 ട്യൂണാണ്. ലാ 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 ലി ലാ 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 ലി ലാ 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 ലി ലാ ലാ ലേ ലാ ലേ ലാ ഓ ആ ഓഹോ ഓഹോ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇത് പാടുന്നത്. ഇതിങ്ങനെ കണ്ണോടച്ച് ഇങ്ങനെ പാടി. അപ്പോൾ ചേട്ടൻ KSRTC ആലുവ ഡിപ്പോയിലേക്ക് പോയി കഴിഞ്ഞു. ഫോണിലൊന്നും വിളിച്ചാൽ കിട്ടൂല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഞാനിത് സിനിമയുടെ വർക്കാണ് തുടങ്ങിയതെന്ന് അങ്ങനെയൊന്നും എനിക്കും അറിയാൻ പാടില്ല, വെറുതെ ഒരു പാട്ട് തമാശ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ KSF വിളിച്ചപ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ല, അവിടെ മാനേജർ ഇല്ല. പിന്നെ അസിസ്റ്റൻറ്റ് മാനേജർക്കാണെങ്കിൽ എന്നെ വലിയ കാര്യമാണ്, സംഗീതം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭ്രമമുള്ള ആളാണ്. അപ്പോൾ പിന്നെ പ്രശ്നമില്ല, ഞാൻ 1 മണിക്കൂറൊന്നുമല്ല, ഒരു ദിവസം മുഴുവൻ പാടിക്കോ, ഇത്ര നല്ലൊരു ചാൻസ് അല്ല കിട്ടിയേക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സന്തോഷമായി. അപ്പോൾ അതുകൊണ്ടാണ് ഈ ട്യൂണൊക്കെ വന്നത്. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ഈ പല്ലവി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. ആഹാ നന്നായിരിക്കണം, 2 ചിരിയൊക്കെ ചിരിച്ചിട്ട് നല്ല ട്യൂണാണത്. പക്ഷേ നമുക്ക് പല്ലവിയായിട്ട് ഉപയോഗിക്കണ്ട, ചരണമായിട്ട് ഉപയോഗിച്ചാൽ മതി. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ അങ്ങനെയൊന്നും എനിക്ക് ശീലമില്ല. ചേട്ടനായാലും ഞാനാണെങ്കിലും പല്ലവി ട്യൂൺ ചെയ്ത് പിന്നെ ചരണം ചെയ്ത് അങ്ങനെയുള്ളത് നമുക്ക്. അതും ലിറിക്കാണ് ട്യൂൺ ചെയ്യാറ് സാധാരണ. ട്യൂൺ സാധാരണ വളരെ കുറവാണ് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ലിറിക്കിന് ട്യൂൺ ചെയ്ത് ശീലമുണ്ട്, രഞ്ജിനി കാസറ്റിലൊക്കെ ശീലമുണ്ട്, എന്നാലും നമുക്ക് പ്രശ്നമല്ല. പക്ഷേ ഇനി ഇതിന് പറ്റിയൊരു പല്ലവി ഉണ്ടാക്കാവുമ്പോഴത്തേക്കും ആ ശീലമൊക്കെ മാറ്റണം. ഇത് സിനിമയ്ക്ക് വേണ്ടിയുള്ള വർക്കാണെന്ന് പറഞ്ഞില്ലെങ്കിലും അതേപോലെ ശീലമൊക്കെ മാറ്റണം. എല്ലാവരും ഈ ശീലം വെച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ ഒരേപോലെ ഇരിക്കും പാട്ടെല്ലാം. അതുകൊണ്ട് ഇനി ഇതിന് പറ്റിയ ട്യൂൺ ഉണ്ടാക്കുക പല്ലവിയായിട്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചപ്പോഴത്തേക്കും ലലാലി ലലീ ബേസാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഫോണിലോട്ട് പോകാണ്ട് നിവൃത്തിയില്ല. അങ്ങനെയാണ് ലലാലി ലാലേ അപ്പോൾ ബാലൻസ്ഡായി. അപ്പോൾ നമുക്ക് സിനിമയിൽ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസിക്കലിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ പല്ലവി എന്ന് പറയുന്നത് മീഡിയം റേഞ്ചിലായിരിക്കും, അല്ലെങ്കിൽ താഴ്ത്ത റേഞ്ചിലായിരിക്കും. ചരണം വരുമ്പോൾ ഇത്തിരി മുകളിലോട്ട് പൊങ്ങും. ഇത് തന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. പക്ഷേ സിനിമയിൽ അങ്ങനത്തെ നിയമങ്ങളൊന്നുമില്ല. സിനിമയിൽ വ്യത്യസ്തതയാണ് ഏറ്റവും ആവശ്യം. വ്യത്യസ്തതയും ആ ടൈമിൽ പറഞ്ഞില്ലെങ്കിൽ തന്നെ പിന്നീട് ചന്ദ്രലേഖയുടെ സമയത്ത് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ട്യൂൺ സിനിമയ്ക്ക് വേണ്ടിയാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണം എന്നാണെങ്കിൽ അതിനൊരു പുതുമ വേണം, അത് സിമ്പിളായിരിക്കണം, അത് അട്രാക്റ്റീവായിരിക്കണം. സിമ്പിളായിട്ടുള്ള പുതുമയുള്ള അട്രാക്റ്റീവായിട്ടുള്ള ട്യൂൺ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ജനകീയമായിട്ടുള്ള സിനിമാ സംവിധായകൻ്റെ നിർബന്ധമായിട്ടുള്ള ആവശ്യം. പക്ഷേ അത് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾക്ക് പിന്നെ അതിലേക്കായി ചിന്ത. അല്ലെങ്കിൽ ഞാനൊക്കെ പലപ്പോഴും വിചാരിക്കും ഹാർമോണിയത്തിലൊക്കെ കുറച്ച് സ്പീഡൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ സ്പീഡൊക്കെ ഇട്ട്, പ്രത്യേകിച്ച് കറുത്തവണ്ണയുടെ ഒരു കമ്പോസിങ് സമയത്ത് തുടിച്ചു തുള്ളും മനസ്സിനുള്ളിൽ, ഇതാണ് ഇപ്പോഴത്തെ ട്യൂൺ. തുടിച്ചു തുള്ളും മനസ്സിനുള്ളിൽ, ഇങ്ങനെയായിരുന്നു ഒറിജിനൽ ട്യൂൺ. അപ്പോൾ മറ്റേ പ്രിയൻ ഇങ്ങനെ കേട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഈ ട്യൂൺ കേട്ടപ്പോൾ ഇതെന്താണ് അവിടെ അങ്ങനെ ഒരു കുനിഷ്ട് വന്ന്. അപ്പോൾ ഞാൻ ഈ ഹാർമോണിയത്തിൽ സ്പീഡിലൊക്കെ വായിക്കുമ്പോൾ അത് തന്നെ പാട്ടിൽ വന്ന് ഇത് പാടുമ്പോൾ ഒരു സുഖമല്ലേ. എവിടെ സുഖം? കേൾക്കണവർക്ക് ഒരു സുഖം വേണ്ടേ. ഇതാരാ പാടാൻ വേണം? ശ്രീകുട്ടന് കിട്ടും തൊണ്ടയിൽ. ശ്രീകുട്ടൻ മാത്രം പാടിയാൽ മതി, എനിക്ക് പാടാൻ പറ്റണ്ടേ. അത് പണ്ട് രാഘവൻ മാഷ് പറയും, കുഞ്ചാക്കോന് പാടാൻ പറ്റിയ പാട്ടുണ്ടാക്കുക. അങ്ങനെയാണ് ഈ ഉദയാല ഇത്ര നല്ല പാട്ടുകളുണ്ടായതെന്ന് രാഘവൻ മാഷ് എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ന് പറയുന്നത് ജനകീയമായിട്ടുള്ള പാട്ടുകൾ ഉണ്ടാക്കണമെങ്കിൽ എല്ലാ ജനങ്ങൾക്കും പാടാൻ പറ്റണം. വളരെ കൊച്ചുകുട്ടി മുതൽ വളരെ പ്രായമായിട്ടുള്ളവർക്ക് വരെ ഈസി ആയിട്ട് പാടാൻ പറ്റണം. എന്നാൽ അതിനൊരു പുതുമ വേണം, ആകർഷകമായിരിക്കണം. ഇത് സംഗീത സംവിധാനം സംബന്ധിച്ചുള്ള വെല്ലുവിളിയാണ്. നമ്മൾ കുറച്ച് രാഗമൊക്കെ പഠിച്ച് കീർത്തനമൊക്കെ പഠിച്ചിട്ട് അതേപോലെയൊക്കെ കസർത്ത് കാണിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ
എല്ലാവർക്കും പാടാൻ പറ്റിയ, സംഗീതം അറിയാൻ പാടില്ലാത്തവർക്കും പാടാൻ പറ്റിയ ട്യൂൺ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ വെല്ലുവിളി തന്നെയാണ്. കുറേയൊക്കെ വിജയിച്ചുകൊണ്ടായിരിക്കാം ഈ 10, 30, 40 വർഷമായിട്ടും ഇപ്പോഴും ഇങ്ങനെ ഈ ഫീൽഡിൽ നിൽക്കുന്നത് എന്ന് കരുതിയാണ്. അപ്പോൾ അങ്ങനെ അത് പിന്നെ നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി പൊന്നാക്കി തന്നു. അങ്ങനെ നിലാപ്പൊങ്കലായാലൂടെ ട്യൂണിങ് കഴിഞ്ഞു. പ്രിയന് വളരെ ഇഷ്ടപ്പെട്ടു. പ്രിയന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്കും ഇഷ്ടമായി. പക്ഷേ ഒരു സങ്കടം എന്ന് പറഞ്ഞെങ്കിൽ ചേട്ടൻ അപ്പോഴും വന്നിട്ടില്ല. ചേട്ടന് ഈ കാര്യം കമ്പോസിങ് ആണെങ്കിലും നമുക്ക് സിനിമയെന്ന് അറിയാൻ പാടില്ല. വെറുതെ കമ്പോസിങ് ആണെങ്കിലും ഞങ്ങൾ രണ്ടും കൂടി ചെയ്ത് ശീലമുള്ളതിൻ്റെ പേരിൽ ഒരാളായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സ്ട്രെയിൻ എന്തോ കൂടണ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടനെ വിളിച്ചിട്ട് കിട്ടണില്ല, പുള്ളി വന്നോളും കുഴപ്പമില്ല എന്നൊക്കെ പ്രിയനും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് MG ശ്രീകുമാരൻ പറഞ്ഞടാ നമുക്ക് തൽക്കാലത്തേക്ക് ഇവിടെ ട്യൂണിങ് ഒക്കെ നിർത്ത്, നമുക്കിപ്പോൾ ഒന്ന് ഭക്ഷണം കഴിക്കാം. ഞാൻ വളരെ ഹാപ്പിയാണ്, എനിക്ക് നല്ലൊരു ടൈറ്റിൽ സോങ് കിട്ടി. അപ്പം എൻ്റെ മനസ്സിൽ ടൈറ്റിൽ സോങ് ഇത് എന്തിനു വേണ്ടിയാണോ? സിനിമയ്ക്ക് വേണ്ടിയായിരിക്കും, ഇവരെല്ലാത്തിനും സിനിമാക്കാരാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് തിരിച്ച് വന്ന് ഇത്തിരി നേരമൊക്കെ റെസ്റ്റ് എടുത്തിട്ട് പറഞ്ഞ് നിങ്ങളുടെ ആ കറുത്ത വെണ്ണയില്ലേ അതൊന്ന് പാടിക്കേ എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ കറുത്ത വെണ്ണയെ പല്ലവി പാടി. കറുത്ത വെണ്ണയെ പല്ലവി പാടിയപ്പോഴത്തേക്കും ചരണം അതിൻ്റെ അതായത് ഞങ്ങൾ രഞ്ജിനി കാസറ്റിന് വേണ്ടിയിട്ടാണ് കറുത്ത വെണ്ണ. ചരണം വന്നപ്പോഴത്തേക്കും പറഞ്ഞ് അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ കറുത്ത വെണ്ണയുടെ ആ കുനിഷ്ട് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റി കൊടുത്ത്. ഇപ്പോൾ കേൾക്കണ ടൈപ്പാക്കിയപ്പോൾ പുള്ളിക്ക് ഹാപ്പിയായി. എന്നിട്ട് ചരണം പാടാൻ പറഞ്ഞപ്പോഴത്തേക്കും ചരണം ഞാനത് പാടിയോ പറഞ്ഞ് ഇത് നമുക്ക് വേറെ ടൈപ്പ് ആക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ഞാനവിടെ വെച്ച് സ്റ്റക്കായി. ഏതായാലും ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഇതെന്തിനു വേണ്ടിയാണ് എന്നൊന്നും ഞാൻ അറിയണം എന്ന് പറഞ്ഞ്. അപ്പോൾ ആ ഇതിൽ പുള്ളി ഒന്ന് പുറത്ത് പോയി തിരിച്ച് വന്നപ്പോഴത്തേക്കും ഞാനവിടെ വാതിലിൻ്റെ അവിടെ മാറി എന്നിട്ട് പുള്ളി വന്നപ്പോഴത്തേക്കും ചേട്ടാ എനിക്കൊരു കാര്യം അറിയാനുണ്ട്, ഇതുപോലെ സിനിമയുടെ കമ്പോസിങ് ആണോ എന്ന് വെച്ചു. അതെ സിനിമയുടെ കമ്പോസിങ് ആണ്. അങ്ങനെയാണ് ഞാൻ കറുത്ത പെണ്ണെ ഞാൻ തരൂല. കാരണം ഞങ്ങൾക്കിത് ഒറിജിനൽ റെക്കോർഡ് ചെയ്തപ്പോൾ കാസറ്റിന് വേണ്ടി റെക്കോർഡ് ചെയ്തപ്പോൾ തന്നെ പല വലിയ ഇൻസ്ട്രുമെൻറ്റ് പ്ലെയേഴ്സും ഞങ്ങൾ പറഞ്ഞു ഈ പാട്ട് നിങ്ങൾ കൊടുക്കരുത്, സിനിമയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആവശ്യം വരും, നിങ്ങൾക്ക് കൊടുക്കാനൊരു ആവശ്യം വരും, അപ്പോൾ കൊടുത്താൽ ഇത് സൂപ്പർ ഹിറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ്. അത്ര നല്ല ട്യൂണാണിത് എന്ന് പറഞ്ഞ് ഞാൻ ആ കാര്യം പറഞ്ഞു. അതിൻ്റെ പേരിൽ ഇത് ഞങ്ങളുടെ ചില പാട്ടുകളൊക്കെ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് വേറെ മ്യൂസിക് ഡയറക്ടർമാരുടെ ഇതിൽ, ചില പ്രഷർ കൊണ്ട് അങ്ങനെ പറഞ്ഞായിരിക്കാം. നമുക്കതിൽ സങ്കടവും ഇല്ല, സന്തോഷമുള്ളൂ. പക്ഷേ ഈ പാട്ട് ഞാൻ തരൂല്ല, ചേട്ടനും അത് പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ പേരിൽ ഈ പാട്ട് ഞാൻ തരൂല്ല, നമുക്ക് വേറൊരു എങ്കിലും പാട്ട് വേണമെങ്കിൽ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുമല്ല, ഈ പാട്ടും നിലാപ്പൊങ്കൽ എന്നായിട്ടില്ല, ഇവിടെ ട്യൂണിലുള്ളൂ. ഇതിനു മുമ്പ് ചെയ്ത ട്യൂണും ഒക്കെ സിനിമയിൽ വരികയാണെങ്കിൽ ഈ സിനിമയിൽ വരികയാണെങ്കിൽ നിങ്ങളുടെ പേരിൽ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. അതൊന്നും ഓർത്ത് പേടിക്കാനൊന്നും വേണ്ട എന്ന് പറഞ്ഞ്. അത് നമ്മളങ്ങനെ മാറ്റി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും ചേട്ടനെ വിളിക്കണമെന്നായി. പിന്നെ ഞാനിങ്ങനെ അവരുടെ ഫോർമാനെ ആരണ്ടിൻ്റെയൊക്കെ വിളിച്ച് ഏരിയ മാനേജറൊക്കെ ഉണ്ട്, വിളിച്ചിട്ട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഇഗ്നേഴ്സ് ചേട്ടനെ എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി തിരിച്ച് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഇങ്ങനെ കമ്പോസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, സിനിമയുടെ ആണെന്ന് തോന്നണ്. അപ്പോൾ അപ്പോഴും മോഹൻലാൽ വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഞാനിവിടെ ഒറ്റയ്ക്ക് കിടന്ന് വിഷമിക്കുകയാണ്, ചേട്ടൻ എത്രയും പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. ഞാൻ വന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ഫോണൊക്കെ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് തോന്നി അതവൻ വെറുതെ പറഞ്ഞായിരിക്കുള്ളൂ, പ്രിയദർശൻ്റെ മുറിയിലിരുന്നൊരു കമ്പോസ് ചെയ്യണം, അത് വെറുതെ പറഞ്ഞായിരിക്കുന്നു. നാളെ നേരത്തെ വന്ന് പക്ഷേ BTH വരാണ്ട് നേരെ വീട്ടിൽ പോയിരുന്നു, പുള്ളിയുടെ വീട്ടിൽ പോയിരുന്നു. വീട്ടിൽ പുഴ എൻ്റെ ചേട്ടത്തിയമ്മ പുള്ളിയുടെ വൈഫ് പറഞ്ഞു എന്താണ് അങ്ങോട്ട് പോയില്ലേ, BTH പോയില്ല. MG ശ്രീകുമാറും വേണിയും കൂടി വന്നിട്ട് കുറേ ഇൻസ്ട്രുമെൻറ്റും അതൊക്കെ എടുത്തുകൊണ്ട് പോയി. അവിടെ ഒറ്റയ്ക്കിരുന്ന് കഷ്ടപ്പെടാണ്, വേഗം ചെല്ല് എന്ന് പറഞ്ഞു. അതൊക്കെ വെറുതെ പറഞ്ഞായിരിക്കും, അങ്ങനെ സിനിമയുടെ പ്രിയൻ്റെയും മോഹൻലാലിൻ്റെയും പടമൊക്കെ അല്ലേ നമ്മൾ കിട്ടാൻ പോണത് പറഞ്ഞു. അങ്ങനെയല്ല, അതാണ് ശരിയാണ്, സത്യമാണ്. ചെല്ലുന്നപ്പോഴത്തേക്കുമാണ് പുള്ളിക്ക് സത്യമാണ് തോന്നിയിട്ട് വേഗം അവിടെ വന്നപ്പോഴത്തേക്കും എന്നിട്ടാണ് അപ്പം കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇപ്പം കേൾക്കണ കറുത്ത വെണ്ണയുടെ ചരണം ചെയ്തത്. അതും പുള്ളിക്ക് ഹാപ്പിയായി. അതിനുശേഷം പിന്നെ എൻ്റെ തരത്തിത്തരി താരം അതിൻ്റെ സിറ്റുവേഷനായി മൂന്നാമത്തെ പാട്ട്. അതിനുവേണ്ടി വേറൊരു ട്യൂണാണ് ഇട്ടത് ഞങ്ങൾ, തൻ്റെ താരെ താര താരെ അങ്ങനെ എന്തൊരു ട്യൂണായിരുന്നു എനിക്ക് തോന്നുന്നു. അത് നല്ല ട്യൂണായിരുന്നു, അതൊക്കെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട്. പക്ഷേ പിന്നീട് കേൾക്കുമ്പോഴത്തേക്കും പിറ്റേ ദിവസം അത് ട്യൂണിന് ഓർത്ത് വരുമ്പോഴത്തേക്കും അത് ശരിയാവില്ല തോന്നിക്കഴിഞ്ഞാൽ കളയും. അങ്ങനെ ആ ട്യൂൺ പോയതാണ്. അങ്ങനെ ഒരുപാട് ട്യൂൺ പ്രിയന് വേണ്ടി കൊടുത്ത് അങ്ങനെ ഇന്നൊക്കെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും വല്ല കാസറ്റിലൊക്കെ ഫോണിലൊക്കെ റെക്കോർഡ് ചെയ്യാം. ഇത് ഓരോ കാസറ്റിൽ റെക്കോർഡ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ അതപ്പം തന്നെ പോകും. അതാണ് ഒരു പ്രശ്നം. അങ്ങനെ കുറേ ട്യൂൺ പോയിട്ടുണ്ട്, കുറേ ട്യൂൺ കിട്ടുകയും ചെയ്ത്. അങ്ങനെ 3 പാട്ടോ 4 പാട്ടായിട്ട് 3 പാട്ട് അന്ന് തന്നെ ചെയ്ത്. അന്ന് ഇത് സന്തോഷമായി. അപ്പോഴും എൻ്റെ ഉസ്മാനൊക്കെ അവിടെ ഉണ്ട്, ഡെന്നീസ് ജോസഫ് ഉണ്ട് കമ്പോസിങ്ങിൻ്റെ ഇടയിൽ. അപ്പോൾ അവർക്കൊക്കെ ഒരു സംശയം, നീ വഴിതെറ്റി പോവുക. ഞങ്ങൾ പുള്ളി പറഞ്ഞതനുസരിച്ചിട്ട് വിശ്വസിച്ചാൽ സിനിമയുടെ വർക്ക് തുടങ്ങി എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അവർ രാത്രി പ്രിയൻ്റെ അടുത്ത് ഫോഴ്സ് ചെയ്ത് രണ്ടുപേരും
പറഞ്ഞ് ഇത് അവർക്ക് കൊടുക്കണം, നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു പ്രഷർ വരുമ്പോഴത്തേക്കും ഇവരെ മാറ്റിക്കളയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയം വിചാരിച്ച ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ മ്യൂസിക് ഡയറക്ടർ അവരെ കൊണ്ടൊന്ന് ചെയ്യിക്കാം. ഇപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഒരു നല്ലൊരു ടീമാണ്, പക്ഷേ ഒരു അവസരം നല്ല കിട്ടിയിട്ടില്ല. അതിൻ്റെ പേരിൽ ഇതൊരു അവസരമായിട്ട് അവർക്കൊരു ലൈഫിനൊരു ബ്രേക്ക് ആയിരിക്കും ഇത്. അതിൻ്റെ പേരിൽ നിങ്ങളുടെ ഐഡിയ മാറ്റരുത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞിട്ട് പിറ്റേ ദിവസം എന്നെ വിളിച്ചും പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പേരിൽ മിക്കവാറും നിങ്ങൾ തന്നെ ആയിരിക്കും ഇതിൻ്റെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസമാണ് മോഹൻലാലൊക്കെ വന്ന് കേൾക്കാൻ തുടങ്ങിയത്. അദ്ദേഹം വേറെ കളിപ്പാട്ടത്തിൻ്റെ സെറ്റിൽ നിന്നാണ് വന്നത്, പിറവത്ത് നിന്ന് അവിടെ നിങ്ങൾ വന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിൽ നിന്നൊക്കെ എന്തോ കുറേ കൊഞ്ചും അതൊക്കെ കൊണ്ടുവന്ന് ഞങ്ങളെയൊക്കെ തീറ്റിച്ച് അത് കഴിഞ്ഞിട്ട് അപ്പോൾ പ്രിയം പറഞ്ഞതേ ഇവർ ചെയ്ത പാട്ടെന്ന് കേൾക്കുക. അപ്പോൾ അതിനു മുമ്പ് കറുത്തവണ്ണെ കേൾക്കുമ്പോഴത്തേക്കും അദ്ദേഹം പ്രിയം പറയുമായിരുന്നു, കണ്ണടച്ചിരുന്നുണ്ടെങ്കിൽ മോഹൻലാലിനെ എനിക്ക് മുമ്പിൽ കാണാം ഇങ്ങനെ പറഞ്ഞു. അങ്ങനൊരു ട്യൂണാണ് നിങ്ങൾ തന്നിരിക്കുന്നത്, ഇനി അതേപോലെ ബാക്കി എല്ലാം ഓർക്കസ്ട്രയൊക്കെ വന്നാൽ മതി ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മോഹൻലാലിനെ ഇത് കേൾപ്പിച്ചു. എന്നിട്ട് ചേട്ടൻ ചോദിച്ച് എന്താണ് അഭിപ്രായം? അപ്പോൾ പുള്ളി പറഞ്ഞ് ഞാനെന്താ അഭിപ്രായം പറഞ്ഞു, നിങ്ങൾ നല്ല പാട്ടുണ്ടാക്കിയാൽ എന്നെക്കൊണ്ട് പറ്റാവുന്ന വിധത്തിൽ ഞാൻ അഭിനയിക്കും, എനിക്കതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പാട്ടൊക്കെ നിങ്ങളുടെ ജോലിയാണ്, പാട്ട് നന്നാക്കി ചെയ്യേണ്ട ജോലി നിങ്ങളുടെ ജോലിയാണ്, അതുകൊണ്ട് ഞാനൊരു അഭിപ്രായം പറയില്ല. അതാണ് അദ്ദേഹം ഒന്ന് പറഞ്ഞൊരു കാര്യം. അത് കഴിഞ്ഞിട്ട് ഒരു ആലപ്പുഴയിൽ കല്യാണത്തിന് പോയി. MG ശ്രീകുമാറും പ്രിയദർശനും കൂടി, പ്രിയൻ ചേട്ടനും കൂടി. അങ്ങനെ അവിടെ കല്യാണത്തിന് പോയി തിരിച്ച് കാറിലിരുന്ന് അവർ രഞ്ജിനി കാസറ്റിന് വേണ്ടി ഞാൻ നേരത്തെ പാടിയ കന്നിത്തേൻ മൊഴി എന്നുള്ള പാട്ട് കേട്ടു. അപ്പോൾ അത് നേരത്തെ പ്രിയൻ കേട്ടിട്ടുണ്ട്. അപ്പം ഇവിടെ ഞങ്ങളപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, കല്യാണം പോയി വരട്ടെ. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വന്ന ശേഷം പറഞ്ഞ് നമുക്ക് ആ പാട്ടൊന്ന് മാറ്റി പിടിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അത് ആവേരി രാഗം അല്ലെങ്കിൽ ഭീംബ്ലാസി രാഗത്തിലോട്ട് മാറ്റി അതിൻ്റെ താളം 7/8 എന്നുള്ള മാറി 3/4 ആക്കി. അങ്ങനെ ആണ് നമ്മളിപ്പോൾ കേൾക്കുന്ന കള്ളിപ്പൂങ്കുല എന്നുള്ള പാട്ടിൻ്റെ രൂപം വരുന്നത്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. കള്ളിപ്പൂങ്കുല എന്നുള്ള ആദ്യത്തെ വാക്ക് ഹിന്ദുസ്ഥാനിയിലാണെങ്കിൽ മുക്കട എന്ന് പറയും. അത് നമ്മൾ പറയുന്ന പാട്ടിൻ്റെ പേര് കള്ളിപ്പൂങ്കുലെ. ഗാനങ്ങളൊക്കെ ആണെങ്കിൽ അടുത്ത ഗാനം കള്ളിപ്പൂങ്കുലെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ അങ്ങനൊരു വേർഡ് വരാനുള്ളൊരു കാരണം പെട്ടെന്ന് ഞങ്ങൾ മീഡിയ ആർട്ടിസ്റ്റിൽ ഇങ്ങനെ റെക്കോർഡിങ് സമയത്ത് നടന്നൊരു ചെറിയൊരു സംഭവം ഓർത്തുപോയി. അതായത് കന്നിത്തേനുണ്ണും കള്ളിപ്പൂങ്കുല എന്നായിരുന്നു എഴുതി വെച്ചത്. ഞങ്ങൾ ഓർക്കസ്ട്രയൊക്കെ ചെയ്തു, ഹെവി ഓർക്കസ്ട്ര ആയിരുന്നു. എന്നിട്ട് പാട്ട് പാടാൻ വേണ്ടി മ്യൂസിക്കെല്ലാം കഴിഞ്ഞിട്ട് പാട്ട് പാടാൻ വേണ്ടി MG ശ്രീകുമാർ കയറിയപ്പോഴാണ് ചേട്ടന് തോന്നിയത് ഈ കന്നിത്തേനുണ്ണും എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അന്ന് ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാമൊക്കെ കിട്ടും, സ്വന്തം ട്രൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത ഗാനം കന്നിത്തേനുണ്ണും എന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് വലിയ ഇമ്പ്രഷൻ ഉണ്ടാവില്ല. അതേസമയം കള്ളി പൂങ്കുല എന്നുള്ള ഒരു വിളി മുമ്പിലേക്ക് എടുത്തിട്ടുണ്ടെന്നാണെങ്കിൽ ആ പാട്ടിനൊരു അനൗൺസ് ചെയ്യാനായിട്ടൊരു സുഖമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഗിരീഷിനോട് പറഞ്ഞു, ഗിരീഷ് നമുക്ക് ഇങ്ങനെ ഒന്നും ചെയ്താൽ കള്ളിപ്പൂങ്കുല എന്നിങ്ങനെ വിളിയോടെ തുടങ്ങിക്കഴിഞ്ഞാണെങ്കിൽ അപ്പം ഒരു മിനിറ്റും കൂടെ ഞാൻ റെക്കോർഡിങ് ആയനെ. അപ്പോൾ റെക്കോർഡിങ് തൽക്കാലത്തേക്ക് നിർത്തി വെച്ചേക്കാണ്, ഓർക്കസ്ട്രക്കാരൊക്കെ ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അത് നല്ല കാര്യം. ഗിരീഷിനെ സംബന്ധിച്ചോളം അൾട്രാ ഫാസ്റ്റ് ആണല്ലോ, വെറുതെ ലിറിക് റൈറ്റർ മാത്രമല്ല, ഇത്രയും ഫാസ്റ്റായിട്ട് എഴുതുന്ന ഒരു മനുഷ്യനുണ്ടാവില്ല. അപ്പം തന്നെ അയാൾ കറക്റ്റ് ചെയ്ത് കള്ളിപ്പൂങ്കുല കന്നിത്തേൻമൊഴി എന്ന് ഞങ്ങൾ എഴുതി കാണിച്ചു തന്നു. അപ്പോഴേക്കാണ് പ്രിയൻ അവിടെ വരണത്. അപ്പോൾ പറഞ്ഞത് ഇങ്ങനെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അയ്യോ നേരത്തെ പറഞ്ഞെല്ലാം ഫിക്സ് ചെയ്തല്ലേ, ഇപ്പം മാറ്റി എന്തിനാണെന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യം, നമുക്കിത് ആ പാട്ട് ഒന്നും കൂടി ഒന്ന് ആളുകളുടെ മനസ്സിൽ കയറിയാൽ നന്നായിരിക്കും. ഇങ്ങനെ കള്ളിപ്പൂങ്കുല ഒരു വിളിയോടെ പറയും, നല്ല കാര്യമാണത്. എന്നാൽ പിന്നെ ഞാൻ വിഷ്വൽ അങ്ങനെ മാറ്റിക്കോളാം. പുള്ളിയുടെ മനസ്സിൽ അപ്പം തന്നെ കള്ളി 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 കള്ളിപ്പൂങ്കുയിലെ എന്നുള്ള വന്നു കഴിഞ്ഞ്. പക്ഷേ അത് നമുക്കറിയാൻ പാടില്ല, സിനിമ കണ്ടപ്പോഴാണ് പുള്ളി അന്ന് സ്റ്റുഡിയോയിലിരുന്ന് ഉദ്ദേശിച്ചത് ഇതായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും കൂടെയുള്ള ഒരു ഗംഭീരമായ ഒരു പ്രവർത്തനമായിരുന്നു, കൂട്ടായ പ്രവർത്തനമായിരുന്നു അത്. അങ്ങനെ അത് നമുക്ക് പോടാം. കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻമൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലുമോ, കാവതിക്കാക്കതൻ കൂട്ടിൽ മുട്ടയിട്ടന്നൊരു കാനനം നീളെ നീ പാറിപ്പറന്നൊരു കള്ളം പറഞ്ഞതെന്തേ, കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻമൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലുമോ.
മിന്നാരപ്പൊൻകൂട്ടിൽ മിന്നുമ പൊന്മുട്ട കാകന്റെ എന്ന് ചൊല്ലി, നിന്നെപ്പോലെ കാറ്റുമതേറ്റു ചൊല്ലി. നേരു പറഞ്ഞിട്ടും നെഞ്ഞു തുറന്നിട്ടും കൂട്ടരും കൈവെടിഞ്ഞു. പിന്നെ പാവം കൂട്ടിൽ തളർന്നിരുന്നു. ആരാരോ ദൂരത്താരാരോ ആലിൻ കൊമ്പത്തോരോല കൂട്ടിൽ നിന്നാലോലം പുഞ്ചിരിച്ചു. കള്ളിപ്പൂങ്കുയിലേ കന്നിത്തേൻ മൊഴിയേ കാതിൽ മെല്ലെ ചൊല്ലുമോ. ശരിക്കും കറുത്ത പെണ്ണേന്ന് നമ്മളെല്ലാവരും തേന്മാവൻ കൊമ്പത്തിൽ കേൾക്കുന്ന ആ പാട്ട്, തേന്മാവൻ കൊമ്പത്ത് ഞങ്ങൾ ചെയ്യുന്നത് 1993 ഇത് 90 മുമ്പ് 88 87 89 ആ കാലഘട്ടത്തിലാണ് ശരിക്കും കറുത്ത പെണ്ണെ ഉണ്ടായത്. അതും കാസറ്റ് റെക്കോർഡിങ്ങിന് വേണ്ടി. അതായത് ഒരു വർഷത്തെ ഓണം കാസറ്റ് കമ്പോസ് ചെയ്യാൻ തുടങ്ങുന്നത് തന്നെ ഈ കറുത്ത പെണ്ണെ എന്നുള്ള പാട്ട് വെച്ചിട്ടാണ്. അത് ഷിബു ചക്രവർത്തിയുടെ വീട്ടിലാണ്. അപ്പോൾ ഷിബു ചക്രവർത്തിയുടെ വീട്ടിൽ നമ്മൾ കമ്പോസിങ് ഫിക്സ് ചെയ്യുന്നു. രാവിലെ ഞങ്ങളെല്ലാവരും എത്തുന്നു. അപ്പോൾ ഷിബുവിന് തോന്നിയ ഒരു ഇൻസ്പിറേഷന് വേണ്ടി 2 ബുക്ക് എടുത്ത് വെക്കാം. അപ്പോൾ എന്ത് ബുക്കാണെന്നും പറഞ്ഞൊന്നുമില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തുടങ്ങണമെങ്കിൽ ഒരു സ്പാർക്ക് കിട്ടണ്ടേ. അപ്പോൾ ഞാനൊരു ബുക്ക് എടുത്ത് മറിച്ചപ്പോഴത്തേക്ക് അത് വലിയ കട്ടിയുള്ള ബുക്കാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ പേജുകളാണ് എനിക്ക് ആദ്യം കിട്ടിയത്. അപ്പോൾ കറുത്ത പെണ്ണെ കരിങ്കുഴലി നിനക്കൊരുത്തൻ കിഴക്കുതിച്ച് എന്ന് പറഞ്ഞൊരു പാട്ട്. ഞാൻ പറഞ്ഞു ഇത് വയലാറിൻ്റെ പാട്ടല്ലേ. കറുത്ത പെണ്ണേ പറഞ്ഞു വയലാറിൻ്റെ പാട്ടൊന്നുമല്ല, ഇത് നമ്മുടെ സമ്പത്താണ്, കേരളത്തിൻ്റെ സമ്പത്താണ്, നാടൻ പാട്ടുകളാണ് ഇതെല്ലാം. അതിൻ്റെ 2 സമാഹാരമാണ് ഈ ഇരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളും എടുത്ത് ഓരോന്ന് ട്യൂൺ ചെയ്തോ, ആർക്കൊന്നും പറയാനില്ല, അതിൻ്റെ അകത്ത് കോപ്പിറൈറ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അതെ, എന്നാൽ പിന്നെ നോക്കി അതിൻ്റെ തൊട്ടടിയിൽ തന്നെ ആലായാൽ തറ വേണം, അങ്ങനെ ഒരുപാട് പ്രശസ്തമായിട്ടുള്ള നാടൻ പാട്ടുകൾ അതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ ഒരു സമാഹാരം. എന്നാൽ പിന്നെ ഇപ്പോൾ ഒന്ന് മറിച്ച് നോക്കാമെന്നപ്പോഴത്തേക്കും മറിച്ചപ്പോൾ ഞാൻ കറുത്ത പെണ്ണ എന്നുള്ളതല്ല കണ്ടത്, വരുത്തപ്പെട്ടേൻ. ആ വാക്ക് കയറി പിടിച്ച് ഇത് കൊള്ളല്ല വരുത്തപ്പെട്ട. എൻ്റെ മുകളിലാണ് കറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ട് ഒരു നാളുണ്ട് വരുത്തപ്പെട്ടേൻ ഞാനൊരു വണ്ടായി ചമഞ്ഞത്. അത് അങ്ങനെ തന്നെ ഉണ്ട്. അത് ആരോ എഴുതിയ പണ്ട് കാലത്ത് നിന്ന് 100 കണക്കിന് കൊല്ലം മുമ്പ് ആരോ എഴുതി വെച്ചേക്കണ ഒരു മഹാൻ നാടോടി പാട്ടുകാരൻ എഴുതി വെച്ച വരികളാണത്. അപ്പം ഞാൻ ഷിബുനോട് ചോദിച്ചു, പിന്നെ ഈ പാട്ട് ഇത് ചെയ്താലാ നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ചെയ്തതെങ്ങനെയാണ്, കറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ട്. ഇതാണ് ജിങ്ക കോമൺ ടൈമിലാണ് ചെയ്തത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ട്യൂൺ കുഴപ്പമില്ല, പക്ഷേ നമുക്ക് താളം മാറ്റാം. കറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇതാണ് നല്ലത്, കറക്റ്റ്. പക്ഷേ ഇത് നല്ലതാണെന്ന് പറയലും കംപ്ലീറ്റ് ഒറ്റയടിക്കാണ്ട് ട്യൂൺ വന്നു കഴിഞ്ഞ് പല്ലവി പാടി. അത് കഴിഞ്ഞാൽ അപ്പം തന്നെ കുറച്ച് തന്നെ ചരണം പാടി. ചരണം കുറച്ച് ടോപ്പായിരുന്നു. എം.ജി. ശ്രീകുമാർ അസലായിട്ട് പാടി. പക്ഷേ പ്രിയൻ ഈ പാട്ട് കേട്ടിട്ട് ഈ പ്രിയൻ മനസ്സിൽ ഇങ്ങനെ താലോലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടായിരുന്നു. അതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്, നമുക്ക് പറ്റിയൊരു സിനിമ വരണേ ചെയ്യാമെന്ന്. കറുത്ത പെണ്ണെ വേണം. പിന്നീട് പറയുകയും ചെയ്തത് കറുത്ത പെണ്ണെ എനിക്ക് കണ്ണടച്ചിരുന്ന് കേട്ടാൽ ആലാണ് മുമ്പിൽ എന്നൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നല്ല. അങ്ങനെ ആണ് ഈ കറുത്ത പെണ്ണെ വരാൻ കാര്യം. കറുത്ത പെണ്ണെ അന്ന് റെക്കോർഡ് ചെയ്ത് എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി. ഇത് സൂപ്പർ ഹിറ്റായിരിക്കും. സിനിമ കാസറ്റിലെ സൂപ്പർ ഹിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പരിധിയുണ്ട്. പക്ഷേ സിനിമയിൽ വന്നപ്പോഴത്തേക്കും സത്യം പറഞ്ഞെങ്കിൽ ഞാൻ സിനിമയിൽ ഞങ്ങളുടെ തന്നെ ഒരു ഈണം സ്ക്രീനിൽ കണ്ടിട്ട് സന്തോഷം കൊണ്ട് കരഞ്ഞു പോയത് ഈ ഒരൊറ്റ പാട്ട് മാത്രമാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാനുള്ളത് ഇത്ര ഹൈറ്റിലെത്തുമെന്ന്. മോഹൻലാലും ശോഭനയുടെയും അപാരമായ അഭിനയവും ആനന്ദിൻ്റെ ഫോട്ടോഗ്രാഫിയും പിന്നെ സാബു സിറിലിൻ്റെ അപാരമായിട്ടുള്ള ആർട്ട് ഡയറക്ഷനും എല്ലാം കൂടി പ്രിയദർശൻ്റെ ഡയറക്ഷനും എല്ലാം കൂടി ആ പടത്തിൽ കറക്റ്റ് ആപ്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഗുണം അതാണ്. ഒരു പാട്ട് അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് പ്ലേസ്മെൻ്റ് ആയിരിക്കും. കാരണം അദ്ദേഹം ഒരു ഉള്ളിലൊരു മ്യൂസിക് ഡയറക്ടറും കൂടിയാണ്. അതിൻ്റെ പേരിൽ ആ ഒരു സ്റ്റാർട്ടിങ് കറുത്ത പെണ്ണേ ഇങ്ങനെ എം.ജി. ശ്രീകുമാർ ഹസ്കി ആയിട്ട് കയറണ ആ സമയമൊക്കെ നമ്മുടെ മനസ്സിൽ വളരെയധികം തങ്ങും. അതിനുശേഷം ഞങ്ങളോട് ഒരു വയലിൻ പെറ്റിടാൻ പറഞ്ഞു. ഇപ്പോൾ കേൾക്കണ സാധനം. എന്നിട്ട് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ ഇങ്ങനെ ഉമ്മ കൊടുക്കും. അപ്പോൾ ശോഭനയുടെ കവിളത്തത് പതിക്കും. അതെല്ലാം ഗ്രാഫിക്സാണ്. അവിടെ നിന്ന് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2 4 6 10,000 ഉമ്മകൾ ഇങ്ങനെ മാനം മുഴുവൻ പരക്കും. പരന്നിട്ട് അതെല്ലാം കൂടി ജങ് പറഞ്ഞ ഒരു ലാസ്റ്റ് സ്ട്രോക്ക് ഉണ്ട് വയലിനിലെ. ആ സമയത്ത് എല്ലാം കൂടി പിന്നെയും വന്ന് പതിക്കും എന്നൊക്കെ. അങ്ങനെ എന്തോ ഒരു വലിയൊരു സംഭവമാണ് പറഞ്ഞത്.
അപ്പോൾ ഞാനും ചേട്ടനൊക്കെ ഇത് കാണാം, ഇതെങ്ങനെ ഇരിക്കുക അപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കുമാണ് കുറേ പക്ഷികൾ അങ്ങോട്ട് പറപ്പിച്ച് കറക്റ്റ് തന്നെ ചെയ്തത്. പക്ഷേ ഞങ്ങൾക്കൊരു ഇമാജിനേഷന് വേണ്ടിയാണ്, ഇമാജിനേഷൻ്റെ മാക്സിമത്തിൽ എത്തിയാലേ നമുക്ക് എന്തെങ്കിലും വരുള്ളൂ എന്നാൽ അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ ഞങ്ങൾക്ക് 2-3 ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഈ കള്ളിപ്പൂങ്കുലയിലും അതിൻ്റെ സെക്കൻഡ് ഒരു സിംഫണി പോലത്തെ സാധനം ചെയ്തപ്പോഴൊക്കെ അദ്ദേഹം ഇതേപോലെ ഭയങ്കരമായ ആശയങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മളുടെ മനസ്സിൽ ഒരു സാധാരണ ഐഡിയാസ് അല്ലാത്ത അസാധാരണമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വരും. അപ്പോൾ അദ്ദേഹത്തിന് അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരുപാട് ടെക്നിക്കുകൾ അദ്ദേഹം പ്രയോഗിച്ചിട്ടാണ് ഈ പാട്ടുകൾ ഇത്രയും ഹൈ ലെവലിലേക്ക് എത്തുന്നത്. അല്ലാണ്ട് നമുക്കൊരാൾ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ ആ ഒരു പ്രാഗൽഭ്യവും ഗംഭീരമാണ്. അങ്ങനെയൊക്കെയാണ്. അതിൽ തേന്മാവൻ കമ്പത്തിൻ്റെ മാനം തെളിഞ്ഞേക്ക് പകരം ഞങ്ങളൊരു പാട്ട് ചെയ്തായിരുന്നു. അതൊരു പാട്ടെന്ന് പറയാൻ പറ്റില്ല. വയലിന് ഒരു 10-40 വയലിനും ചെല്ലോയും ഡബിൾ ബാസ് എല്ലാം കൂടി വെച്ചിട്ട് ചില യുദ്ധത്തിൻ്റെ ടോണുകൾ, ചില ആഫ്രിക്കൻ ട്രൈബൽ ടോണുകൾ ഇന്ന് ഞാൻ കേട്ടിട്ടും കൂടിയില്ല. അതിന് ഇതിൻ്റെ ഒരു ഗുണം കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ.ആർ. റഹ്മാൻ അസിസ്റ്റൻറ്റ് മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള ശ്രീനിവാസ മൂർത്തിയാണ് ഞങ്ങൾക്ക് അസിസ്റ്റ് ചെയ്യാൻ വന്നത്. പിന്നെ ഷോയിലേക്ക് റെക്കോർഡ് ചെയ്ത ആർ.ഡി. ബർമൻ്റെ ടെക്നിക്കൽ ഡയറക്ടറാണ് ദീപൻ ചാറ്റർജി. പിന്നെ എ.ആർ. റഹ്മാനിന് ഇഷ്ടപ്പെട്ട എച്ച് ശ്രീധർ സൗണ്ട് എഞ്ചിനീയർ, അദ്ദേഹമാണ് ദീപൻ ചാറ്റർജിക്ക് അസിസ്റ്റ് ചെയ്യണത്. പിന്നെ സൗത്ത് ഇന്ത്യയിൽ തന്നെയുള്ള നമ്പർ 1 സ്റ്റുഡിയോസ്, സൗത്ത് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല മ്യൂസീഷ്യൻസ്, പിന്നെ ഗിരീഷ് പുത്തഞ്ചേരി, പിന്നെ ഇത്ര നല്ല പാട്ടുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് എം.ജി. ശ്രീകുമാർ, സുജാത, ചിത്ര, പിന്നെ ശുഭ ആദ്യമായിട്ട് ഒരു ബ്രേക്ക് കിട്ടുന്നൊരു പാട്ട് ആണ് അദ്ദേഹം ശുഭ പാടിയിരുന്നത്. അപ്പോൾ അങ്ങനെ ഇതെല്ലാത്തിനും കൂടി ഒരു കൂട്ടായ്മ കൊണ്ടാണ് അതിൽ നമ്മൾക്കൊരു പ്രധാന കണ്ണിയാകാൻ സാധിച്ചു എന്നുള്ളത്. അതും പ്രത്യേകിച്ചും ഇപ്പോൾ 1993 ചെയ്തതെങ്കിൽ ഇപ്പോൾ അത് 30ാമത്തെ വർഷമാണ്. ഞങ്ങൾ ആദ്യം കുറച്ച് ഞെട്ടി, അയ്യോ വേറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്, അവരെന്താ അത് നടക്കില്ല, ശരിയാവില്ല, അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ കാസറ്റിനൊക്കെ കാസറ്റല്ല ഇത് സിനിമയെന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇത്ര വൈഡ് സ്ക്രീനിൽ അതിന് പറ്റിയ മെറ്റീരിയൽസ് നിങ്ങൾ തരണം, മ്യൂസിക് തരണം, ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന പോലെ മാക്സിമം ചെയ്യാമെന്ന് പറഞ്ഞു. ഒരെണ്ണം ചെയ്ത് നോക്ക്, ഒരെണ്ണം ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറയും. എൻ്റെ ദൈവമേ, പിന്നെ അന്ന് ഒന്നും മണ്ണൂല്ല, ഇത്ര വലിയ തലയിൽ ലോഡ് കയറിയാൽ പിന്നെ വല്ലതും വരുമോ, മ്യൂസിക് വരണ്ടേ.